ആതിര നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള പോര് കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു കാര്യം പറയുന്നു, അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റേ ആൾ ഒരു കാര്യം പറയുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ശിവൻകുട്ടി അതിന് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളാണ് വി ഡി സതീശൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിഡിത്തം മാത്രം പറയുന്ന ആളാണ് ശിവൻകുട്ടി. ഇവനൊക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് എന്നുള്ള തരത്തിൽ ആ ഒരു രീതിയിലാണ് വി ഡി സതീശന്റെ പ്രസ്താവന. ഈ പോര് കടുക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പരസ്പരം നിലവാരമില്ലാത്ത ചീത്തവിളികളിലൂടെ വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവാരമില്ലാത്ത ചീത്തവിളികളുടെ അപ്പുറത്തേക്കും ചില ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഷാഫിയുടെ പ്രസംഗത്തെ പറ്റി നമ്മൾ കണ്ടതാണ്. ഒരു ഇലക്ഷൻ സമയത്തിന് മുന്നോടിയായിട്ട് ഇവരൊക്കെ വന്നെന്ന് ഇതേപോലെ പ്രസംഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് അവർ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കാം, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു ബ്രെയിൻ വാഷിംഗ് മോഡായിട്ട് ഇത്തരം പ്രസംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം പുള്ളി പരാമർശിക്കുന്നത് ഒരു സെൻസേഷണൽ ആയിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പുതിയ കണ്ടന്റുകൾ അങ്ങനെയൊന്നും ഒന്ന് പറയുന്നതല്ല. ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പറയുന്ന 5 വർഷത്തിൽ ചർച്ച ചെയ്തിരുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, അതേപോലെ സ്വർണ്ണക്കൊള്ള, ശിവൻകുട്ടിയെ പറ്റി പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് പോരുക. ശിവൻകുട്ടി അതിനെതിരെ നിലപാടുകളുമായി വന്നിട്ടുമുണ്ട്. ആഭാസ മന്ത്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇവര് പ്രതിപക്ഷത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ശിവൻകുട്ടിയുടെ പ്രത്യേക പ്രകടനങ്ങളെ പറ്റിയിട്ടൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഗതികേടിനെ പറ്റി പറയുന്നുണ്ട്. അല്ല, പക്ഷേ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല അത്ര അങ്ങ് അപ്പാടെ തകർന്ന ഒരു നിലയിലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല ബാക്കിയുള്ള എല്ലാ മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല മികച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുവേ നമുക്കൊരു രീതിയുണ്ട്. പക്ഷേ നമ്മൾ മുൻ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മന്ത്രികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയും. ഇപ്പൊ അബ്ദുറബിന്റെ കാലത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പരിചയമുണ്ട്. അബ്ദുറബിന് ശേഷം പിന്നീട് ഈ പറയുന്ന രീതിയിൽ CPM-ന്റേതായിട്ട് വന്നിട്ടുള്ള രവീന്ദ്രനാഥ് ആയിരുന്നു. രവീന്ദ്രനാഥ് വന്ന സമയത്ത് വളരെയധികം ഒരു അല്ലെങ്കിൽ ആ പുള്ളിയെ പറ്റി ആർക്കും ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ അതിനുശേഷം വന്നത് ശിവൻകുട്ടിയാണ്. അപ്പൊ ശിവൻകുട്ടിക്കെതിരെയുള്ള കേസുകൾ എന്താണെന്ന് നമുക്കറിയാം. പുള്ളിയുടേതായിട്ടുള്ള വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ശിവൻകുട്ടിയുടെ അപ്പുറത്തേക്കും ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവിന്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ വർക്കിന്റെ പ്രവർത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന്റെ അപ്പുറത്തേക്കും ഇവര് പലരും കളിയാക്കുന്നത് പോലെ ഒരു ഗ്ലോബലി ഉള്ള ഒരു പരിപാടിക്ക് ഇപ്പൊ നമ്മള് കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ വിട്ടു കഴിഞ്ഞാൽ അതിൽ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് പോകുന്നതെങ്കിൽ അതിൽ വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പറയാൻ ഇപ്പൊ ഈ ശശി തരൂരിനൊക്കെ ഇത്ര വലിയ ഒരു ഫാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് പറഞ്ഞ് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് അയാളെ വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ സ്വന്തമായി രൂപപ്പെടുത്താൻ അതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ ഏറ്റവും മികച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മന്ത്രിസഭ രൂപപ്പെടുത്തുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഇപ്പോ ധനകാര്യത്തിലേക്കൊക്കെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് അതിൽ ഈ പറയുന്ന എക്കണോമിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത, ഒരു ബേസും അറിയാത്ത ഒരാളെ പിടിച്ചാണ് ധനകാര്യത്തിൽ ഏൽപ്പിക്കുന്നത് എങ്കിൽ അതുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ശിവൻകുട്ടിക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്? കാരണം ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു അധ്യാപകനാണ്. ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് പോലും നാണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസ് ആണ് പുള്ളിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോ സതീശൻ പറയുന്നുണ്ട് ഷഡ്ഡി കാണിച്ചിട്ടുള്ള രീതിയിൽ. കാരണം അത് പുള്ളി ഒരു അന്ന് ആ പറയുന്ന സമയത്ത് മന്ത്രിസഭ അല്ലെങ്കിൽ അന്ന് അതിനുള്ള പ്രതിഷേധത്തിന്റെ പുറത്താണ് അവരൊക്കെ കൂട്ടയടിയൊക്കെ കൗണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു അടിയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ ശിവൻകുട്ടി. അതുകൊണ്ടാണ് ശിവൻകുട്ടി ഈ പറയുന്ന മന്ത്രിസഭയില് രണ്ടാമത് മന്ത്രിസഭ വന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ആവുന്ന പറഞ്ഞപ്പോൾ CPM-ന്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ രീതിയിൽ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇയാൾ കൊണ്ടുവന്ന പല പദ്ധതികളാണെങ്കിലും തുടക്കകാലത്ത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ്, വെറുതെ കുട്ടികളെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന ഒരു ശിവൻകുട്ടി കയറുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് അതിനൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ഒരു ഈ പുള്ളിയുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ നല്ല രീതിയിൽ ശക്തമായതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത്രത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ ശബരിമല കൊള്ളയെ പറ്റി പറയുന്നുണ്ട്, കള്ളന്മാരുടെ മന്ത്രിസഭയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു
ഡയറക്റ്റ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചു കാലങ്ങളായിട്ടും പുള്ളി ഈ പറയുന്ന മാധ്യമങ്ങളുടെ അടുത്ത് ഈ പ്രസ് മീറ്റിലാണെങ്കിലും മാധ്യമങ്ങളോടൊക്കെ ഇങ്ങനെ കാര്യം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ ഇത്തരത്തിലൊരു തീപാറുന്ന പ്രസംഗം ഈ പറയുന്ന ഷാഫിക്ക് ശേഷം പിന്നീട് VD സതീശന്റെ ആണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസംഗത്തിന് പിന്നിൽ നിയമസഭ ലക്ഷ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം ഷാഫി പറമ്പിലിന്റെ വീണ്ടും ഈ അടുത്തൊരു കഴിഞ്ഞ ദിവസം ഒരു മറ്റു പ്രസംഗം രംഗത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് കണ്ടപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ഇതുപോലെ ഒരു പ്രസംഗം ഷാഫി നടത്തിയിട്ടുണ്ടായിരുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഷാഫി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഇമ്പാക്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് അനുകൂലമായി വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രസംഗവുമായി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളാണോ തുറന്നു വെക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോ ഇവിടെ ഈ പറയുന്ന VD സതീശന്റെ ഈ ഒരു പ്രസംഗവും ഇത്തരത്തിൽ നിയമസഭയിലേക്കുള്ള ഒരു നീക്കിവെക്കൽ തന്നെ ആയിരിക്കണം. കാരണം ജനങ്ങൾ മറന്നുപോയതെല്ലാം തന്നെയും ഒരു പ്രതിപക്ഷം ഇത്രയും നാൾ പ്രതിപക്ഷം ട്രാക്കിലായിരുന്നു എന്ന് ചോദിച്ചാൽ സംശയമായിരുന്നുവെങ്കിൽ ഭരണപക്ഷം ചെയ്ത എല്ലാ കാര്യങ്ങളെയും തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ ഒരു അവലോകനം പോലെ ഒരു പ്രസംഗം നടത്താൻ ഇപ്രാവശ്യം VD സതീശന് സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ജനങ്ങൾ മറന്നുപോയ പൊതുജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഒരു വർഷത്തിന് മുൻപ് വരെ നടന്ന എല്ലാ അഴിമതികളും അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് വരെ നടന്ന എല്ലാ അഴിമതികളും അവസാനത്തെ ആഴ്ച CPM ചിരിച്ചു കാണിച്ചാൽ മറന്നു പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല പ്രഖ്യാപനങ്ങളുമായി CPM മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യങ്ങളിൽ ഇവർ മറന്നുപോയ, ജനങ്ങൾ മറന്നുപോയ എല്ലാ കാര്യങ്ങളും, എല്ലാ അഴിമതികളും, എല്ലാ കള്ളത്തരങ്ങളും, എല്ലാ കൊള്ളകളും ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് VD സതീശന്റെ ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ട്രെൻഡാണ്, പൊളിറ്റിക്സിനകത്തുള്ള ഒരു ട്രെൻഡാണ്. ഇത്തരത്തിലുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ആ ഒരു തലങ്ങളിൽ നിൽക്കുക എന്നുള്ളത് അതൊരു ട്രെൻഡാണ്. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അയാൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട്. പിന്നെ ഈ രീതിയിൽ ജനങ്ങള് ഈ പറയുന്ന കൊള്ളകളൊക്കെ എല്ലാ കാലത്തും അറിഞ്ഞിട്ട് പോലും ഈ പറയുന്ന വീണ്ടും ഒരു തുടർഭരണം കിട്ടാനുള്ള പ്രധാന കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ പ്രതിപക്ഷത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു ടീം വർക്ക് ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് ആ ഒരു വിശ്വാസത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത നേടിയെടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു വഴിയിലായിരുന്നു ഈ പറഞ്ഞ 5 വർഷത്തിൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥയെന്ന് നോക്കുന്ന സമയത്ത്. അതിലായിരുന്നു ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഷാഫി, രാഹുൽ ഇവരെയൊക്കെ ട്രെൻഡിങ് ആയി മാറുകയും കോൺഗ്രസിന്റെ ഐഡിയൽ ആവുകയും പിന്നെ ഉമ്മൻചാണ്ടിയെ വീണ്ടും അനുസ്മരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ജനങ്ങളിലേക്ക് ഒരു ഇമോഷണൽ അതിന്റെ അപ്പുറത്തേക്കും ഒരു വിശ്വാസത നേടിയെടുക്കാം. കാരണം പ്രതിപക്ഷം ശക്തമാണ്, ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും, LDF വന്ന് എല്ലാം ശരിയാകും എന്നുള്ള നിലപാട് പണ്ട് കഴിഞ്ഞ ഈ തുടർഭരണ കാലത്ത് ഏറ്റവും ആദ്യം സമയത്ത് ഇവര് വരുന്ന സമയത്ത് LDF വരും എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു ഇവർ ഒരു ട്രെൻഡിങ് ഒരു വാചകം എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാം ഒരു വീണ്ടും ഇലക്ഷൻ വരുന്ന സമയത്ത്, രണ്ടാം നിയമസഭ വരുന്ന സമയത്ത് ഇത് ട്രോൾ ആക്കി ഉപയോഗിച്ചത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഇത് ട്രോൾ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു വിശ്വാസത ഇല്ലായിരുന്നു. കാരണം നിങ്ങൾ ആരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്, നിങ്ങൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവസ്ഥയാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു, VD സതീശനായിരുന്നില്ല. അതിനുശേഷം രണ്ടാം നിയമസഭ കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടർഭരണത്തിന് ശേഷമാണ് ഈ പറയുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന തലങ്ങളിലേക്കൊക്കെ മാറിയത്. അപ്പോൾ അന്ന് ജനങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂസ് ആയിരുന്നു, ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം. അന്നും ഈ പറയുന്ന തീപാർന്ന പ്രസംഗം ഒരു സൈഡിൽ നിന്ന് പിണറായി വിജയൻ നടത്തുന്നു, ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ മാറി മാറി നടത്തുന്നു. ഇങ്ങനെയൊക്കെ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയത്ത് സോളാർ കേസ് അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ ഒക്കെ ഇങ്ങനെ എടുത്തു കാണിച്ചിട്ടായിരുന്നു അന്നത്തെ PR വർക്കുകളൊക്കെ ഒന്ന് ഹർഷയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാം, ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. ഈ TV-യിലൊക്കെ സോളാർ കേസ് ഇപ്പോഴാണ് ശരിക്കും ഫോണിലേക്ക് ആ ഒരു, കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന ആ ഒരു നിയമസഭ പിണറായി വിജയൻ ഈ പറയുന്ന സർക്കാർ കിട്ടുന്ന സമയത്ത് TV-യിലായിരുന്നു കൂടുതൽ PR-കൾ വന്നത്. അപ്പൊ ഈ സോളാർ കേസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സർക്കാരിനൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇത് ഇവർ മോശമാണ്, ഞങ്ങൾക്കൊരു അവസരം തരണമെന്നുള്ളൊരു കാര്യം, അങ്ങനെയാണ് LDF സർക്കാർ ഈ പറയുന്ന ഭരണത്തിലേക്ക് എത്തിയത്. അതിനുശേഷം അത് ജനങ്ങളിലേക്ക് മാറ്റപ്പെടാൻ അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്നുള്ള സാധനം പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം പ്രസംഗങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസത ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്ര നാളും ഭരണവിരുദ്ധതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കള്ളന്മാരുടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ പൊതുവേ നമുക്കൊരു കാര്യം ഉണ്ടാവും, ശോ ഇത്രയുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോ ഇനി അടുത്ത ആൾ വേറെ ആര് കയറിയാലും പ്രശ്നമില്ല, ഇവരെ ഞങ്ങൾ നിർത്തില്ല,
ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് ശിവൻകുട്ടി ഇതിനെതിരെ പ്രതികരിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് 9 വർഷം ഞങ്ങളുടെ സർക്കാർ ചെയ്ത വികസനം എന്താണെന്ന് എടുത്തു നോക്കൂ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, താൻ വെറുതെ കള്ളന്മാരുടെ മന്ത്രിസഭയിൽ നിന്ന് വിളിക്കരുത്, ഞങ്ങൾ അങ്ങനെയല്ല എന്നുള്ളൊരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ 9 വർഷത്തെ വികസനം എന്താണെന്നുള്ളത് വികസന പട്ടിക ഇനിയിപ്പോ ഈ പറയുന്ന സർക്കാരായിരിക്കും പുറത്തുവിടാൻ പോകുന്നത്. പുതിയ നവകേരള പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുവഴി ജനങ്ങളെ ഇവർ ബോധിപ്പിക്കും 9 വർഷത്തെ ഞങ്ങൾ കൊണ്ടുവന്ന വികസനം എന്താണെന്ന്. അപ്പൊ ഇനിയിപ്പോ നിയമസഭ വരുന്ന ജനങ്ങളായിരിക്കും തീരുമാനിക്കുന്നത് VD സതീശന്റെ വാക്ക് കേൾക്കണോ അതോ ഈ പറയുന്ന 9 വർഷത്തെ വികസനം കേൾക്കണോ എന്നുള്ളത്.